ഗൈസ്, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജാലഡേറിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജാലഡേറിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ജാലഡേറി ഒന്ന് മൊത്തത്തിലൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ നിങ്ങളെ വെച്ചാൽ ഞാൻ അങ്ങനെ ജാലഡേറി അങ്ങനെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജാലഡേറി തുടങ്ങിയിട്ട് 1 ഇയർ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് ജാലൽ ചെയ്യണം മാത്രമേ വീഡിയോ ഇട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെറുതെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാലൽ ഡയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ കസിൻ മേടിച്ചെന്ന ജാലൽ ഡയറിയാണ്. അതിൻ്റെ റിബൺ എന്തിനാന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബണ് നമ്മൾ ഇപ്പോൾ ജാലലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യത്തിൽ ജാലലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല തിന്നായിട്ടിരിക്കുന്നതാണെങ്കിൽ സ്മൂത്താക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റിബൺ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എസ്പെഷ്യലി എനിക്ക് എൻ്റെ ഡയറിനെ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. മീൻസ് ടോപ്പിക്കലി വേണ്ടതൊരു കാര്യമാണ്. പിന്നെ എൻ്റെ കസിൻസെല്ലാം മൊത്തത്തിൽ ഫിംഗർ പെൻ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ജാലൽ ഡയറി ആസോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ക്യൂട്ട് ഡയറീസ്. എൻ്റെ കസിൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ആളെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ആൻഡ് ഫിദാണ് എനിക്ക് ഈ ഡയറി മേടിച്ചെന്നത്. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ഈ ഡയറി തന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാലൽ ഡയറീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോയിലും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കവേഴ്സൊക്കെ വെച്ചിട്ടും ഇനി വീഡിയോയിലൊക്കെ നമ്മൾ ജാലൽ ഡയറീസൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കയറി കാണാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എന്താക്കി ഒരു ചാനൽ കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് ഒരു ചാനൽ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചാനലുണ്ടല്ലോ റോസ് തീമാട്ടോ. പിന്നെ മൈ ഫാമിലിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. ഈ ചാനൽ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ഇത് നല്ല സന്തോഷിപ്പിക്കും. അഥവാ കരച്ചിൽ വരുന്ന സമയത്തോ ഇത് നന്നായി ചിരിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചാനൽ കിട്ടും. നിങ്ങളെ സങ്കടം നിങ്ങളെ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന നിങ്ങൾ എത്ര ടൈമിന് പഠിക്കണം, എന്ത് ടൈമിന് പഠിക്കണം, അതാണ് നമ്മുടെ ചാനൽ. ഇന്ന് ഷോർട്സിലിട്ട ഭാഗമാണ് ഈ ഭാഗം. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാനുള്ളത്. ആ 2 ഭാഗങ്ങളും ഞാൻ ഷോർട്സിലിട്ടാണ്. പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പേജൊക്കെ മറിച്ച് ഞാനൊരു ഗ്രിഡ് ലൈൻ പേപ്പേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഒക്കെ കണ്ടെത്തി ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഹാപ്പി, സോ ഇൻ്റലിജൻറ്റ്. നിങ്ങൾ ഹാപ്പി അല്ലേടോ പറയുക. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ കംപ്ലീറ്റ്ലി പ്രശ്നം. എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നം. അതാണ് എനിക്ക് പറയാനുള്ള സങ്കടം. അപ്പോൾ എൻ്റെ സങ്കടങ്ങളാണ് നിങ്ങൾ എനിക്ക് നിറവേറ്റി തരണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്നെ സഹായിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ സപ്ലൈസൊക്കെ ഇങ്ങനെ ഒരുപാടൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സപ്ലൈസൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈ ഊറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു സപ്ലൈസിന് എടുത്തിട്ടുണ്ട്. നേരെ വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഓരോന്നും എടുത്തിടും. എന്നിട്ട് അതൊക്കെ വരച്ചു കൂട്ടും. എന്നിട്ട് സ്ഥലമില്ല, എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ല, എനിക്കിവിടെ വെക്കാൻ സ്ഥലം ഇല്ലായിട്ടല്ല ഗൈസ്, സ്ഥലം ഉണ്ട് ഗൈസ്. എന്നാലും എനിക്കിതൊക്കെ വെട്ടാം. എന്നിട്ട് ഇപ്പോൾ കാപ്പി കളറൊക്കെ അടിച്ച് പാറ്റേൺ പേപ്പറിന് എന്നിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ്, ഞാൻ സ്റ്റിക്കേഴ്സ് ഇട്ടേക്കുന്ന ബോട്ടിലാണ്. എനിക്ക് കുറേ ഓർഗനൈസേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പെട്ടിലും കൂടിയിലൊക്കെ വെച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. പണ്ടത്തെ ആ ലുക്കൊക്കെ വേണ്ടേ. ഓക്കെ, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും പിന്നെ ബോർഡ് ഒട്ടിച്ചു കൊടുത്തു, ജെറി ഒട്ടിച്ചു കൊടുത്തു, അങ്ങനെ കുറേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് പിന്നെ ഫൈനൽ ഔട്ട്പുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ കണ്ട. അപ്പോൾ ഓക്കെ, ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓക്കേടാ, ബൈ. അടുത്ത വീഡിയോയിൽ വിളിക്കാം. എനിക്കിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.